ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ ഇപ്പോൾ മുന്നേ മദ്രസിന് വന്നു കേട്ടോ. ഓളൊന്ന് നേരത്തെ എത്തിക്കും. ഓള് വന്നതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് അങ്ങനെ വലിയ പണിപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാണ്. അതെന്താണ് അല്ല, ഓള് പോരും. ഓള് ട്യൂഷൻ പോണോണ്ട് എളുപ്പം പോരും. അപ്പം അതെന്താണല്ലേ ഇനി ഞാൻ കാണിച്ചത് കേട്ടോ. ന്യൂഡിൽസ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. ഇതൊരു പുതിയ ഐറ്റം ന്യൂഡിൽസ് ആണെന്നൊക്കെ പറഞ്ഞു. എങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കാമല്ലോ. അപ്പോൾ വെള്ളം തിളച്ചിട്ടില്ല, വെള്ളം തിളക്കട്ടെ. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് എന്താണ് ഇഞ്ചി തിളപ്പിക്കട്ടോ. അതനക്കല്ല, അത് എനിക്കാണ്. ഇഞ്ചി തിളപ്പിച്ച് കുടിക്കുക. എനിക്ക് ചുമക്ക്. അയ്യോ, ഇൻഡോമിയോ അങ്ങനെ എന്തോ ഒരു ഇൻഡോമി ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് സ്പെഷ്യൽ ചിക്കൻ ഫ്ലേവർ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മേടിക്കണം. ഇതിൽ സ്പെഷ്യലായിട്ടൊരു ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ജെല്ലൊക്കെ ഉണ്ട്. നമ്മളത് ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. എന്താ അറിയോ, അത് ഫുള്ള് ഇതാക്കിയത് കുറച്ചിട്ടാണ്. ഇത് ചിക്കൻ ഫ്ലേവറാണ്. അത് ഇപ്പൊ ഇതിനു മുന്നേ കൊണ്ടുവന്നീനോ? ഇതല്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സാധനം. ഇത് കുറെ ഒഴിച്ചിട്ട് കുറച്ച് ഈ രണ്ടെണ്ണത്തേക്ക് ഒന്ന്. അപ്പൊ വേറെ ഉണ്ടോ? എന്നാ ഇത് ഫുള്ള് ഒഴിച്ചാൽ മതി. മറ്റേത് എടുക്കണ്ട. ഓക്കെ. അപ്പോൾ ഗയ്സ്, നമ്മൾ ഇതിൻ്റെ 2 പാക്കാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവം കുറച്ച് ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് പിന്നെ അതിലേക്കുള്ള മസാല അതിടണം. അപ്പോൾ അങ്ങനെ വെള്ളം തിളച്ചു. ഞാനത് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണ എൻ്റെ ഇഞ്ചി വെള്ളം ഇവിടെ റെഡി കേട്ടോ. ഇതൊന്ന് നമുക്ക് കുടിക്കേണ്ട പാകത്തിന് ചൂടായി കഴിഞ്ഞാൽ അത് ഞാൻ അടുത്ത് കുടിക്കും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എനിക്കും സുഖമാണ്, വലിയ റിസ്ക് ഇല്ലല്ലോ. രാവിലെയൊക്കെ അങ്ങനത്തെ കടിയാണ് ഇങ്ങനെ ഒന്നൊരാടം കഴിക്കണ ആരെങ്കിലും ഉണ്ടോ? പക്ഷെ എൻ്റെ കുട്ടിക്ക് ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറേയോളം പറഞ്ഞ് വെറുപ്പിച്ചാനൊക്കെ നോക്കിയിരുന്നു. ഉയരെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഒക്കെ എന്ത് പറഞ്ഞിട്ടെന്താ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. റെസിപ്പി ഒന്നും ആർക്കും അറിയാത്ത കേടുണ്ടാവില്ല അല്ലേ. വെള്ളം തിളപ്പിച്ച പാക്കറ്റ് ഇടുക, ഇത്ത മസാലപ്പൊടി ഇടുക. ഓക്കെ ആണോ? അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. കാപ്പ് വിളിക്കണ്ട്, ആ കോളൊന്നും എടുക്കട്ടെ. അങ്ങനെതാ ഞാനിവിടെ സ്കൂളിലെത്തിയിട്ട് കുറച്ച് സമയമായി. ഇപ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇതും കൊണ്ട് യാതൊരു സുഖമില്ല കേട്ടോ. ഇതിൻ്റെ മരുന്ന് കുടിച്ചാലോ എനിക്ക് എണീറ്റ് നിൽക്കാനും വയ്ക്കൂല. ഞാൻ ആകെ ഇടങ്ങാറായിക്കോണം അപ്പോൾ ഇതുകൊണ്ട്. അതരാ ഞങ്ങൾ സ്കൂൾ വിട്ട് പോരിയാണ് കേട്ടോ. കാത്തു ഇന്ന് നേരത്തേന് അല്ലേ? സമയം എത്രയായി? ഇല്ലേ, 37 ആയിട്ടുള്ളൂ. അപ്പം നേരത്തേന്. ഓക്കെ ഗൈസ്, വീട്ടിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ സ്കൂൾ വിട്ട് വന്ന് കുറച്ച് നേരം അപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ ഡെയിലി എന്താ പറയുക, ഇത്
ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് രാത്രിക്കത്തേക്കുള്ള ഫുഡ് ആക്കലാണല്ലോ പണി. അത് ഇന്നാക്കണ്ട കേട്ടോ. അപ്പം അമ്പാടാറിന് നെയ്ച്ചോറുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മതിയെന്ന് എഴുതി കേട്ടോ. പിന്നെ ഫുഡാക്കലും പരിപാടിയൊക്കെ ഇല്ലാതായി. പിന്നെയെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ കുളി കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒരു ചായക്ക് വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ചായ രാവിലെ നമുക്ക് ചായ ഉണ്ട്, പക്ഷേ നമുക്ക് ഈ സ്കൂൾ വിട്ട് വന്ന് നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു പൂതിയാവും കേട്ടോ ചായക്ക് ചില ദിവസം. അപ്പം അങ്ങനെ ഒരു പൂതിയായപ്പോൾ ഞാൻ മിനുവിനോട് പറഞ്ഞു, മിനു ഞാൻ നമസ്കാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഓളവിടെ ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചായ ആയി കഴിഞ്ഞാൽ അവൾ വിളിച്ചു. ഓളിന്ന് കുറേ എഴുതാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഇവിടെ ഇങ്ങനെ തട്ടിമുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോയി ചായ കുടിക്കട്ടെ കേട്ടോ. അങ്ങനെ ചായ ആയി, കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ചായയിൽ. കഴിക്കാൻ എന്താന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. ആര് ഇത് കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ കൂട്ടിയിട്ട് അത് കഴിയാനുള്ളൊരു ചായ കുടിയാണ് കേട്ടോ. ഒന്ന് ജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും എല്ലാ നിമിഷവും നമുക്ക് സന്തോഷമൊന്നും ആയിരിക്കില്ല അല്ലേ. അതിലേറ്റവും കുറച്ച് സമയം നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുക, കൂടുതൽ സമയം നമുക്ക് ചിലപ്പോൾ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ സന്തോഷിക്കാനായിട്ട് ശ്രമിക്കട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. സങ്കടങ്ങൾ ഒരു ഭാഗത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും, അത് ഇല്ല എന്നല്ല. അത് മാറ്റി വെച്ച് നമുക്കുള്ളത് ആകെ ഒരു ജീവിതമല്ല, അത് മാക്സിമം നമ്മൾ സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. സങ്കടങ്ങൾ ഉണ്ടാവില്ല എന്നല്ല, അത് അതിൻ്റെ ഭാഗത്ത് അത് ആണ് വിട്ടുകൊടുക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമ്മളെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ബൈ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം.